Hi all, നമ്മൾ ഇന്ന് പുതിയതായിട്ട് നോക്കാൻ പോകുന്നത് ഗൂഗിൾ ഷീറ്റിനകത്തെ ഒരു ടൂളാണ്. ആ ടൂൾ വരുന്നത് ഡാറ്റ എന്ന ടാബിനകത്താണ്. സോ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഗൂഗിൾ ഷീറ്റാണ്. ഗൂഗിൾ ഷീറ്റാണ് ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പം ഗൂഗിൾ ഷീറ്റിനകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷീറ്റിനകത്ത് ഷീറ്റ് 1-നകത്ത് ഓക്കെ, ഇതാണ് ഷീറ്റ് 1. ഷീറ്റ് 1-നകത്ത് ഒരുപാട് ഡാറ്റാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് ഡാറ്റാസും ഒരുപാട് സെൽസും ഉണ്ട്. ഓക്കെ, സോ ഈ ടൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഡാറ്റയെ ക്ലിക്ക് ചെയ്യും. ഡാറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റ ക്ലീനപ്പ് എന്ന് പറഞ്ഞ ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഡാറ്റ ക്ലീനപ്പ് എടുത്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ക്ലീനപ്പ് സജഷൻസ്, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ട്രിം വൈറ്റ് സ്പേസ്. ഓക്കെ, അതിൽ ആദ്യത്തെ നമ്മളാണ് ക്ലീനപ്പ് സജഷൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലീനപ്പ് സജഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ ഒരു സൈഡ് ബാർ ഓപ്പൺ ആയി വരും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലീനപ്പ് സജഷൻസ് കാണിക്കും. അപ്പോൾ അതിൽ ഡൺ വിത്ത് ക്ലീനപ്പ്, ഗെറ്റ് മോർ സ്റ്റാറ്റ്സ് ആൻഡ് വിഷ്വലൈസേഷൻ അബൌട്ട് യുവർ ഡാറ്റ. അതായത് നമ്മുടെ ഈ ഡാറ്റയെക്കുറിച്ചുള്ള ഒരു വിഷ്വലൈസേഷനാണ് ഈ ക്ലീനപ്പിനകത്ത് തരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എനബിൾ സജഷൻസ് പോപ്പപ്പ്, അത് ടിക്ക് ചെയ്തിട്ടേക്കാണ്. ഡീഫോൾട്ടായിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളപ്പം റിവ്യൂ കോളം സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ റിവ്യൂ കോളം സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ നോ ഡാറ്റ എന്നാണ് കാണാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ എസ് എന്ന് പറഞ്ഞ കോളം ഇവിടെ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ടിരിക്കുക ഉണ്ടോ. നമുക്ക് ഏത് കോളം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു പച്ച ഷെയ്ഡിനകത്ത് വരുന്നതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് കോളം വേണമെങ്കിലും നോക്കാം. അപ്പോൾ ഈ കോളം എടുക്കുക, എൽ എന്ന് പറഞ്ഞ കോളം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഉള്ള ഡാറ്റാസ് ഒരു കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫിക്കൽ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് വിഷ്വലൈസേഷൻ ചെയ്യും. അത് നമുക്ക് വേണേൽ സോർട്ട് ചെയ്യാം, മോസ്റ്റ് എന്നും ലീസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അതുപോലെ തന്നെ ടോട്ടൽ റോസ്, ആ ഒരു കോളത്തിനകത്ത് ഉള്ള ടോട്ടൽ റോസ്, എംപ്റ്റി സെൽസ്, അതുപോലെ തന്നെ യൂണിക് വാല്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് ഡാറ്റാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കതുപോലെ തന്നെ ഇവിടെ ഈ മോസ്റ്റ് ലിസ്റ്റിനകത്ത് നമ്മുടെ ഡാറ്റ ആ ഒരു ഒരു ടാബ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 1924 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് L2 ഒരു 1924 ഡാറ്റ ഹൈലൈറ്റ് ആയി വരുന്നത് കാണാൻ പറ്റും. അതുപോലെ എല്ലാ ഡാറ്റാസും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ കോളം എടുത്തു കഴിഞ്ഞാൽ ആ കോളവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രാഫും അതിൻ്റെ കൗണ്ട് ഗ്രാഫാണ് ഈ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് ഇല്ലാത്തതുകൊണ്ടാണ് നോ ഡാറ്റ കാണിക്കുന്നത്. ബാക്കിയുള്ള കുറേ ഡാറ്റാസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കറസ്പോണ്ടിങ് കോളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റാറ്റ്സാണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അവിടെ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ട്, അതിൻ്റെ സമ്മ്, അതിൻ്റെ ആവറേജ്, മീഡിയൻ, ഇങ്ങനെയുള്ള എല്ലാ വാല്യൂസും കാണിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡാറ്റ ക്ലീനപ്പിനകത്തുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറയാൻ വേണ്ടി ഞാൻ അടുത്തൊരു ഷീറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഈ ഷീറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ കോളം സ്റ്റാറ്റ്സ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് വിടുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു എ എന്ന് പറഞ്ഞ കോളത്തിനകത്ത് കുറേ ഡാറ്റാസ് ഉണ്ട്. അതിൽ കാണുമ്പോൾ അറിയാം, ആപ്പിൾ എന്ന് പറഞ്ഞ ഡാറ്റ തന്നെ പലയിടത്തും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവക്കാഡോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രേപ്സ്, അങ്ങനെ കുറേ ഡാറ്റാസ് ഇങ്ങനെ റിപ്പീറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാസിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ്, ഇപ്പോൾ ആപ്പിളിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഡാറ്റാസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് ആണ്. അതുപോലെ തന്നെ ഗ്രേപ്സിനും ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റാസ് എനിക്ക് ഈ കോളത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഡാറ്റ ക്ലീനപ്പിനകത്തുള്ള റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഇപ്പോൾ ഞാൻ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം കാണിക്കും. ഇതിൽ ടോട്ടൽ 999 റോസ് ആൻഡ് 1 കോളം സെലക്റ്റഡ്. അതായത് ഈ കോളത്തിനകത്ത് എ എന്ന് പറഞ്ഞ കോളത്തിനകത്ത് 999 റോസ് ഉണ്ട്. അതുപോലെ തന്നെ 1 കോളവുമാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നമ്മളിവിടെ ഡാറ്റ ഹാസ് ഹെഡർ റോ, നമ്മളിവിടെ അതിൻ്റെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഹെഡർ റോ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി ഡീഫോൾട്ടായിട്ട് ഇതിൻ്റെ ടിക്കഡ് ആണ്, അതങ്ങനെ തന്നെ നിർത്തുക. എന്നിട്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ആ കോളത്തിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് എല്ലാം റിമൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അവർ പറയുന്നുണ്ട് 16 ഡ്യൂപ്ലിക്കേറ്റ് റോസ് ഫൗണ്ട് ഉണ്ട്, അതിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 യുണീക്ക് റോസ് റിമെയിൻ, ഒറ്റ ഡാറ്റയുള്ള 6 റോസ് റിമെയിൻ ചെയ്യുന്നുമുണ്ട്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റയിൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ടൂളും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി അടുത്ത
മൂന്നാമത്തെ പാർട്ടാണ് ഡാറ്റ ക്ലീനപ്പിനകത്ത് വരുന്ന ട്രിം വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞ ടൂള്. ഓക്കെ, എന്താണ് അത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു കുറച്ച് ഒരു പാരഗ്രാഫ് ഡാറ്റ എടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കോമയുടെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ സ്പേസ് ഇട്ട് കൊടുത്തു. ഓക്കെ, ചുമ്മാ കുറേ എം ടി സ്പേസസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എം ടി സ്പേസസ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ കോമ, അത് കഴിഞ്ഞൊരു എം ടി സ്പേസ്, ഇത്രയും എം ടി സ്പേസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എം ടി സ്പേസസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഡാറ്റ ക്ലീനപ്പ് നിന്ന് ട്രിം വൈറ്റ് സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ ഒരു സ്പേസസ് റിമൂവ് ആയി ഒറ്റ സ്പേസ് മാത്രം വരുന്ന രീതിയിൽ നോർമൽ ഇംഗ്ലീഷ് എന്താണ് ഗ്രാമറ്റിക്കലായിട്ട് വരുന്ന രീതിയിലുള്ള ഓർഡറിൽ എത്ര സ്പേസ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ കഴിഞ്ഞ ഒറ്റ സ്പേസേ ഉള്ളെങ്കിൽ ആ ഒറ്റ സ്പേസ് മാത്രമേ വരത്തുള്ളൂ. ഇതുപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അൺയൂഷ്വലായിട്ടുള്ള ഒന്നിൽ കൂടുതൽ സ്പേസസ് ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യും, ഈ ടൂള് ഡാറ്റ ക്ലീനപ്പ് എടുത്തിട്ട് ട്രിം വൈറ്റ് സ്പേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന ടൂളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.